ഹായ്, എല്ലാവർക്കും മലയാളി വിലയിലേക്ക് സ്വാഗതം. കുറേ ആയാലും എല്ലാവരെയും കണ്ടിട്ട് സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരുടെയും മുമ്പിലേക്ക് വന്നേക്കുന്നത്. വളരെ സന്തോഷം, വളരെ അഭിമാനം. ഞാനിങ്ങനെ ഒരു മലയാളി വില്ല ചാനലുമായി നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യം വന്ന ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. എല്ലാവരെയും പരിചയപ്പെട്ട് എല്ലാവരെയും വെൽക്കം ചെയ്ത് വന്ന ആദ്യത്തെ ഒരു വീഡിയോ ഇല്ലേ, എല്ലാവരും അത് കയറി കാണണം കേട്ടോ. അതിൽ നിന്ന് ഒരുപാട് മാറി ഞാൻ ഇന്നിപ്പോൾ ഈ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ അഭിമാനമാണ്, വളരെ സന്തോഷമാണ്, വളരെ ഹാപ്പിയായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാവരുടെ പേരുകളുമായിട്ട് വരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരാളുടെ പേര് പറയുമ്പോൾ മറ്റൊരാൾക്ക് വിഷമം, പിന്നെ ആ പേര് പറയുമ്പം വേറൊരാൾക്ക് വിഷമം. അങ്ങനെ ഒരു പേരോ 2 പേരോ 10 പേരോ 20 പേരിലോ അടങ്ങുന്നതല്ല ഈ യൂട്യൂബ് ചാനലിലുള്ള എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സുകളും, എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്നിനൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ കൂടെ അഭിമാനമായിട്ട് വന്ന് നിന്നും സംസാരിക്കാനുള്ള ഇട വന്നേക്കുന്നത് ഇല്ലേ. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2019 ഈ ചാനലെടുത്ത് വെച്ചിട്ട് ആഗ്രഹിച്ച എൻ്റെ ഒരു സ്വപ്നം പൂവണിഞ്ഞ് സാക്ഷാത്കരിച്ച ഒരു സമയമാണ്. മോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓടി വന്നതൊക്കെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും. പക്ഷേ എന്തോ തിരക്കുകൾ കാരണം സാധിച്ചില്ല. അതുകൊണ്ടിട്ടാണ് ഇന്നിപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു ടോക്കിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരുടെ അടുത്തും ഒരു നന്ദി പ്രകടനമായിട്ട് മാത്രമാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അല്ലാണ്ട് വേറെ യാതൊരുവിധ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എല്ലാം ഇത് കഴിഞ്ഞിട്ട് പിന്നാലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളോട് വരണമെന്നുണ്ട്. നിങ്ങളതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇത്രയധികം സപ്പോർട്ട് എന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ വെറുപ്പിക്കാതെ നിങ്ങളെ സ്നേഹത്തോടു കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൊണ്ടുതരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ മാക്സിമം അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. കുറേ തിരക്കുകളായത് കാരണമാണ് ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറി നിന്നതെങ്കിലും ചെറിയ ഷോർട്സൊക്കെ ആയിട്ട് ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാറുണ്ടായിരുന്നു. കാണാറില്ലായിരുന്നു എല്ലാവരും. പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ പിന്തുണ എനിക്ക് കിട്ടിയത് കാരണമാണ് ഇന്ന് ഇത്രയധികം സ്നേഹത്തോടു കൂടി എനിക്ക് നിങ്ങളോടൊപ്പം വരാനായിട്ടും സാധിച്ചത് ഇല്ലേ. അപ്പം എന്താ പറയേണ്ടത്, നിങ്ങളോടൊന്നും താങ്ക്സ് ഒന്നും പറയാനായിട്ട് ഞാൻ ആളല്ല. എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാളോടൊരു താങ്ക്സ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു എന്താ പറയുക, ഫോർമാലിറ്റി ആയിപ്പോവും. ആ ഫോർമാലിറ്റിയിൽ താല്പര്യമില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ കടക്കുന്നില്ല. എനിക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പിന്തുണയും ഒരുപാട് എനിക്ക് വേണ്ട സമയങ്ങളാണ് മുന്നോട്ട്. നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇന്നിരിക്കുന്ന ഞാൻ മലയാളി വില്ല എന്നുള്ള ഞാൻ ഇന്നിവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പം വ്യൂവേഴ്സായ നിങ്ങൾക്കാണ് ആദ്യം ഞാൻ നന്ദി പറയേണ്ടത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാതെ ഇരിക്കാൻ വയ്യ. മലയാളി വില്ലയുമായിട്ട് ആദ്യം ഞാൻ കടന്നു വരുമ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടി എപ്പോഴും എല്ലാ ചാനലിലും വന്നിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ പിന്തുണയൊക്കെ വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് ഒരുപാട് പ്രചോദനമാണതൊക്കെ. അപ്പോൾ ഇനിയും നിങ്ങളുടെ കമൻറ്റുകൾ, മെസ്സേജുകൾ അതൊക്കെ ഞാൻ വിലപ്പെട്ടതായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പോഴും. പക്ഷേ എനിക്ക് 1-2 കാര്യം ചെറുതായിട്ട് പറയാണ്ടിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിന്ന് വന്നത്. അതായത് എനിക്ക് ഈ യൂട്യൂബിലൊരു ബേസ് ഉണ്ടാക്കി തന്നത് ഒരു രതീഷ് ബ്രോ എന്നുള്ള ഒരു ലൈവിലേക്ക് ചെന്നിട്ട് നമ്മുടെ രതീഷ് ബ്രോയാണ്, മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും. രതീഷ് ബ്രോയാണ് എനിക്കൊരു ബേസ് ഉണ്ടാക്കി തന്നത്. അവിടെ നിന്ന് പതുക്കെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ആ ഫ്രണ്ട്സ് വലയത്തിൽ നിന്നും രതീഷ് ബ്രോയുടെയും ഫ്രണ്ടായ സാബുജിയിലേക്ക് പോയി. സാബുജി നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. അവിടെ നിന്നും പിന്നെയും കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അവിടെ നിന്ന് കിട്ടിയതാണ് നിക്കിക്കുട്ടൻ. എൻ്റെ വിഷമമൊക്കെ കണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നു. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ, നമുക്ക് ഒരു ദൈവത്തിനെ പോലെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നതാണ് നിക്കിക്കുട്ടൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ഞാൻ ഒന്നും ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തില്ലായിരുന്നു. ചാനലൊക്കെ ആയി, സബ്ബൊക്കെ ആയി കൂടി വന്നതിന് ശേഷം പിന്നെ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാണ്ടിരുന്നപ്പോൾ വേണ്ട ഉപദേശങ്ങളും അതിന് വേണ്ട നിർദ്ദേശങ്ങളും അതിന് എന്തൊക്കെ ചെയ്യണമെന്നും ഏതൊക്കെ ചെയ്യണമെന്നും എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ് നിക്കിക്കുട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എപ്പോഴും എൻ്റെ മരണം വരേക്കും ഞാൻ ഓർത്തുകൊണ്ടിരിക്കും. നിക്കിക്കുട്ടൻ കാരണമാണ് ഇന്നിപ്പം ഇങ്ങനെയൊക്കെ ആകാനായിട്ടൊക്കെ സാധിച്ചത്. ഇപ്പോഴും ഏത് കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്താണ് കേട്ടോ. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് കൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരാളാണ് നിക്കിക്കുട്ടൻ. എനിക്കത് പറയുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറയും. കാര്യം എന്താണെന്ന് അറിയാം, അത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഞാൻ അവിടുന്ന് ഇവിടം വരെയൊക്കെ എത്തി. നിങ്ങളുടെ മുന്നിലേക്ക് അഭിമാനമായിട്ട് വന്നിരിക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. മോണിറ്റൈസേഷനൊക്കെ ആയി. അപ്പോൾ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു, കൂടുതൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോഴാണ് എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നത്. ആ ബ്രേക്കിൽ നിന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ പൂർവാധികം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ നിങ്ങൾ രണ്ട് കൈയും കൊണ്ട് ഏറ്റെടുത്തു. ഒരുപാട് സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് വ്യൂവേഴ്സ് കിട്ടിയായിരുന്നു. ഞാൻ അതിൽ ഒരുപാട് സംതൃപ്തിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നിങ്ങളോട് ഒരുപാട് സന്തോഷമാണ് എനിക്ക്. നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് നിങ്ങളോട് ഇങ്ങനെ എടുത്തെടുത്ത് പറയാനായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പം റിപ്പീറ്റേഷൻ വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒന്നും നോക്കാണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് ഇടുന്നൊരു വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിക്കുക, എല്ലാവരും സദ്യം ക്ഷമിക്കുക. അപ്പം ഞാൻ നിക്കിയുടെ കാര്യം പറഞ്ഞല്ലോ, എനിക്കിപ്പോഴും എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ബ്രേക്ക് എടുത്ത് ഞാനിപ്പം വീണ്ടും ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. ഇനിയും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം. പിന്നെ എടുത്തു പറയാനായിട്ടൊന്നും പറ്റില്ല. പിന്നെ ലൈവൊക്കെ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര റിസ്കി കാര്യങ്ങളാണ്. പക്ഷെ ആ ലൈവിലും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായി. എടുത്തു പറയാനായിട്ട് ഒരാളുടെയും പേര് ഞാൻ പറയില്ലെന്ന് വെച്ചാൽ ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റേ ആൾക്ക് വിഷമമാകും. അതുകൊണ്ട് എൻ്റെ ലൈവ് തുടങ്ങുന്ന സമയം തുടങ്ങി അവസാനിക്കുന്ന സമയം വരെ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ചങ്കുകളുണ്ട്. ആ ചങ്കിന് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ പറയുകയാണ്. ഇനിയും നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാകണം. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് വെച്ചാൽ നല്ല പുതിയ വീഡിയോസുമായിട്ടൊക്കെ നിങ്ങളോടൊപ്പം വരണ്ടേ. അപ്പം ഞാൻ അതിന് പരമാവധി ഞാൻ ശ്രമിക്കുകയാണ്. എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിന് കുറച്ച് സമയം വേണം. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്യുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോസുമായി വരുന്നവരേക്കും ബൈ.